ട്രംപിനെ സമ്മർദ്ദത്തിലാക്കി വീണ്ടും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ട്രംപിന് ശക്തമായ മറുപടി നൽകിയിരിക്കുന്നത്. 6 മണിക്കാണ് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും തന്നെ ഇറാന് ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കുകയില്ല, അത് എന്ത് തന്നെയായാലും സമ്മതിക്കുകയില്ല. ആണവായുധം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങളുടെ ആളുകൾ ഇറാനിൽ പരിശോധന നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുടെ മറുപടി വന്നു, ഓൺലി ഇഫ് ക്യാൻ സെൻഡ് അവർ ടീം ടു ഇസ്രായേൽ ടു സീ ഇഫ് ദേ ഹാവ് നെക്സ്റ്റ്. ഇസ്രായേലിന് ആണവായുധങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇറാന്റെ സംഘം ഇസ്രായേലിലേക്ക് പരിശോധിക്കാൻ എത്തുമെങ്കിൽ, ഇറാന്റെ സംഘത്തിന് ഇസ്രായേലിൽ ആണവായുധം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അവിടെ ചെല്ലാൻ സാധിക്കുമെങ്കിൽ ട്രംപിന് അവരുടെ ആളുകളെ ഇറാനിൽ പരിശോധിക്കാൻ അയക്കാം. പക്ഷെ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പോസിബിൾ അല്ല എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇസ്രായേൽ ആയുധം, ഇസ്രായേലിന് ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ then ഇറാൻ should too, ഇറാനും അത് ഉണ്ടാകാമല്ലോ എന്നാണ് അറാഗ്ചി പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വീണ്ടും ട്രംപിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡീൽ നടത്തിയാലും അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളുമായി മുന്നോട്ട് പോയാലും, ഇറാൻ ഉറപ്പിച്ച് പറഞ്ഞാലും ആണവായുധം ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞാലും, ഇറാനും ഇസ്രായേലിനും വലിയ ഭീതിയാണ് ഇറാന്റെ കയ്യിൽ എങ്ങനെയെങ്കിലും ആണവായുധം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ പരിശോധിച്ച് പൂർണ്ണമായി ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ മുന്നിലുള്ള ഏക വഴി. എന്നാൽ ഇതിനിപ്പോൾ വലിയൊരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് ഇസ്രായേലിന് ആണവായുധങ്ങൾ ഉണ്ടാകാം, എന്തുകൊണ്ട് ഇറാന് പറ്റില്ല എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അബ്ബാസ് അറാഗ്ചി ഉന്നയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും അതുപോലെ ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഇന്ന് ട്രംപ് പറഞ്ഞത് ഉടനെ തന്നെ ഇറാനുമായി ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് എന്നാണ്. അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല, അങ്ങനെ അറിയുമെങ്കിലല്ലേ ഒരു ചർച്ച റദ്ദാക്കേണ്ടതുള്ളൂ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. ഇങ്ങനെ ഓരോ മിനിറ്റുകളിലും ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് മാത്രമല്ല, ഇറാൻ ഇപ്പോൾ അവരുടെ പവർ ശക്തമാണ്, ഇസ്രായേലിനെയും അമേരിക്കയും പ്രതിരോധിക്കാൻ മാത്രം ശക്തിയുണ്ട് ഞങ്ങൾക്ക് എന്ന ഒരു ബോധ്യം വന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഭീഷണികൾക്ക് മുന്നിൽ ഒരു തരി പോലും ഇറാൻ ഭയപ്പെടുന്നില്ല, കീഴടങ്ങുന്നില്ല, കീഴ്പ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപിനെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത്.